മാധ്യമങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മലയാളത്തിന്റെ മഹാനടൻ മൗനം വെടിഞ്ഞു. താൻ അരങ്ങേറ്റം കുറിച്ച തലസ്ഥാനത്ത് വെച്ച് 47 വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമാ മേഖലയുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് പറയേണ്ടി വന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഖേദമുണ്ട്. ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല എന്ന മുഖവരിയോടെ തുടങ്ങിയ മോഹൻലാൽ മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. സർക്കാരും പോലീസും കോടതിയും തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ കാഴ്ചക്കാരന്റെ റോൾ മാത്രം തനിക്കെന്ന് അദ്ദേഹം വിനയാന്വിതനായി. ഒറ്റ നിമിഷം കൊണ്ട് അന്യനാക്കരുതെന്ന് അഭ്യർത്ഥിച്ച് അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുകയായിരുന്നു. ആധികാരികമായി തന്റെ മേഖലയെക്കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷേ നോട്ട് നിരോധന കാലത്ത് അദ്ദേഹം പറഞ്ഞത് ജനം സഹിക്കും, ജനത്തിന് ATM മുന്നിൽ ക്യൂ നിൽക്കാൻ മടിയില്ല എന്നാണ്. മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന ടാഗ് അന്വർത്ഥമായോ? ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് വീണ എസ് നായർ, BJPയിൽ നിന്ന് K ഗണേഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ്. ഇടത് പ്രതിനിധി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയിട്ടില്ല. ആദ്യം അഡ്വക്കേറ്റ് വീണ എസ് നായരിലേക്കാണ്. അഡ്വക്കേറ്റ് വീണ, ഇന്ന് മോഹൻലാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികരിച്ചത്. പക്ഷേ പ്രതികരിച്ചെങ്കിലും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയാണ് വന്നതെന്നറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്നാണ്. അങ്ങനെ ഉത്തരങ്ങളില്ലാതെയാണോ മഹാനടൻ പ്രതികരിക്കേണ്ടിയിരുന്നത്? പണ്ടെപ്പോഴോ ഇന്ന് വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംവിധായകൻ ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ മോഹൻലാലിനെ കുറിച്ച് ഒരു പൊതുപരിപാടിയിൽ വെച്ചോ മറ്റോ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ള കാര്യം ഞാൻ പങ്കുവെച്ച് ആദ്യം തുടങ്ങട്ടെ. അതായത് 3ഉം 2ഉം 6 അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ മോഹൻലാൽ പറയും അതെ 6 ആണ്. എന്നാൽ ചിലർ പറയും അത് 5 ആണ് എന്നും. കാരണം നമ്മുടെ ലോജിക്കിൽ 3ഉം 2ഉം 6ഉം 3ഉം 2ഉം 5ഉം ലോജിക്കലി 2 തരത്തിൽ ആലോചിച്ചാൽ കറക്റ്റ് ആണല്ലോ. ശ്രീ മോഹൻലാല് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു നിലപാടില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുപോലെ തന്നെ ഒരു ഉത്തരങ്ങളില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ ഉത്തരം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം സത്യത്തിൽ അഭിനയിച്ചത്. കംപ്ലീറ്റ് ആക്ടർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം കംപ്ലീറ്റ് ആക്ടറായി. അദ്ദേഹം സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും ഉറച്ച നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം അഭിനയിച്ച് പോവുകയാണെന്ന് ഒരു എളിയ പ്രേക്ഷക എന്നുള്ള നിലയിൽ പറയേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. സത്യത്തിൽ ഇന്ന് നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകര് 100 കണക്കിന് പേര് അവിടെ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ തടിച്ചു കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ പ്രീ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചതുമായിട്ട് വരുന്നു. അതിലധികം എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു. പരിമിതികൾക്ക് കോടതിയെ ചാരുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ ചാരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ക്ലീൻ ഫേസ് ആയിട്ട് അവിടെ നിന്ന് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, കേരളത്തിലെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ആരാധകരുണ്ടല്ലോ, ആരാധകരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള മലയാളികൾ ശ്രീ മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല, ഉറച്ച ഒരു നിലപാടാണ്. കേരളത്തിലെ നമ്പർ 1 ആക്ടർ, കേരളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ, അമ്മയുടെ ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഒരു വിഷയത്തെക്കുറിച്ച്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 3ഉം 2ഉം 6 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണെന്ന് പറയാം. അല്ല, വേണമെങ്കിൽ അത് 5 ആണെന്ന് ചിലർ പറയുന്നുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നയതന്ത്രജ്ഞതയുണ്ടല്ലോ, ഒരു ഡിപ്ലോമസി. ആ ഡിപ്ലോമസിയുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ ഇന്ന് ആ വേദിയിൽ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യനായി പോകുന്നത് നമ്മളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നോക്കൂ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ചില അപ്രതീക്ഷിത സമയങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ചിലപ്പോൾ അവർ നമുക്ക് വേണ്ടി മിണ്ടണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അന്യരായി പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, സിനിമാ മേഖലയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞല്ലാതെ മലയാളികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറില്ല. അങ്ങനെയുള്ള ഒരാൾ
ഒന്നും പറയാതെ നിശബ്ദനായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഓഫ് ഡിപ്ലോമസിയിൽ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. സർക്കാരിന് തഴുകി തലോടി പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്? അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ മിത്രങ്ങൾ ഉണ്ടായിരിക്കാം, ഉറ്റ മിത്രങ്ങൾ ഉണ്ടായിരിക്കാം ഈ ആരോപണ വിധേയരായിട്ടുള്ളവരിലൊക്കെ. പക്ഷേ കേരളത്തിലെ സ്ത്രീ സമൂഹം, അദ്ദേഹത്തിന് ഏറ്റവും അധികം ആരാധകരുള്ളത് സ്ത്രീകളാണ്. സ്ത്രീ സമൂഹം അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ തഴുകി തലോടി പോകുന്ന ഒരു നിശബ്ദതയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ചുരുങ്ങിയ വാക്കുകളോ അല്ലെങ്കിൽ ഒരു അഭിനയമോ അല്ല. ഇവിടെ അദ്ദേഹത്തിന് സത്യസന്ധനാകാമായിരുന്നു, നിലപാട് അറിയിക്കാമായിരുന്നു. കാരണം കേരളത്തിൽ ശ്രീ മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ പറയുന്നതിനപ്പുറം ഒരുപക്ഷെ ചിന്തിക്കാത്ത, ചലിക്കാത്ത ഒരുപാട് പേരുണ്ട് സിനിമാ മേഖലയിൽ. ഒരു അനീതി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് ശ്രീ മോഹൻലാലോ ശ്രീ മമ്മൂട്ടിയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേണ്ട ഗൗരവത്തിൽ എടുക്കുന്ന ഒരു സിസ്റ്റം മലയാള സിനിമയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അടങ്ങുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ പ്രതികരിക്കണമെന്ന ആവശ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മാത്രമല്ല, സിനിമാ മേഖലയിലെ സ്ത്രീകൾ തന്നെ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, രാജ്യത്താകമാനം. ഇന്നിപ്പോൾ മോഹൻലാൽ പറഞ്ഞത് രാജ്യത്താകെ മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ്. അതായത് സിനിമയുടെ നേട്ടത്തെക്കുറിച്ച്, മലയാള സിനിമയുടെ നേട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. ഈ കാലത്ത് ഇങ്ങനെ ഒരു വിവാദമുണ്ടായി മലയാള ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഇൻഡസ്ട്രിയെ നശിപ്പിക്കുകയല്ലല്ലോ, ഇൻഡസ്ട്രിക്കെതിരെ വിവാദമുണ്ടാകുമ്പോൾ അതിൽ കൃത്യമായ മറുപടിയാണല്ലോ വേണ്ടത്. ശ്രീ കെ ഗണേശ്, അതാണ് ഞാൻ നേരത്തെ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മോഹൻലാൽ തൻ്റേതല്ലാത്ത മേഖലകളിൽ ചിലപ്പോൾ നന്നായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിലൊക്കെ അദ്ദേഹം പട്ടാള യൂണിഫോമിലെത്തി തന്നെ അവിടെ ആളുകൾക്ക് ധൈര്യം പകരാനും അവിടെ തിരച്ചിലുകാർക്ക് ഒരു ആത്മവിശ്വാസം നൽകാനും ഒക്കെ കൂടെ നിന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, പട്ടാള യൂണിഫോമിൽ തന്നെയാണ് അദ്ദേഹം എത്തിയത്. അതുപോലെ തന്നെ നോട്ട് നിരോധന കാലത്ത് അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് എത്ര ജ്ഞാനമുണ്ടായിരുന്നു എന്നറിയില്ല. ജനം സഹിക്കും, എത്ര നേരം വേണമെങ്കിലും ക്യൂവിൽ നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കള്ളനോട്ടിനെതിരെ ഉള്ളൊരു വികാരമായിട്ട് അദ്ദേഹം അത് പ്രതികരിച്ചു. എത്രത്തോളം അതിൻ്റെ കൃത്യതയും വ്യക്തതയും ഉണ്ടായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നറിയില്ല. ഇപ്പോൾ അദ്ദേഹം 47 വർഷം, അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കാണ്, 47 വർഷമായി തുടരുന്ന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അപജയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വാക്കുകളില്ല, ചോദ്യങ്ങളരുത് എന്ന് അപേക്ഷിക്കുകയാണ്. ഗണേശൻ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? അല്ല, എനിക്ക് ഇപ്പോൾ മോഹൻലാൽ അതിനെക്കുറിച്ച് പറയുകയോ പറയാതിരിക്കുകയോ നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. കാരണം മോഹൻലാൽ അല്ലല്ലോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. കേരളത്തിൻ്റെ ഈ ഒരു അമ്മ പ്രസിഡൻ്റ് അല്ലല്ലോ ഈ കേരളത്തിൻ്റെ കോടതിയും കേരളത്തിൻ്റെ പോലീസിനെയും നയിക്കുന്നത്. കാരണം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇതിൽ മോഹൻലാൽ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പലതരത്തിലുള്ള അരാജകത്വങ്ങൾ. ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് ആണെങ്കിലും, അതേപോലെ തന്നെ മയക്കുമരുന്ന് പോലെയുള്ള ഉപയോഗങ്ങളെ പറ്റിയാണെങ്കിലും, അതേപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും വലിയ തോതിൽ. കാരണം നിരവധിയായിട്ടുള്ള ആളുകളുടെ പേരിലാണ് ED അന്വേഷണങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നടപടി സ്വീകരിക്കേണ്ടത് അമ്മ പ്രസിഡന്റോ അല്ലെങ്കിൽ ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടനായതുകൊണ്ട് മോഹൻലാലോ അല്ല. ഇതിൽ അന്വേഷണങ്ങൾ നടക്കേണ്ടത് കേരളത്തിൻ്റെ പോലീസും കേരളത്തിലെ കുറ്റാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുമാണ്. ആരാണ് ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് സംരക്ഷണ വലയം തീർത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? കാരണം ഇതിൽ വലിയ തോതിൽ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള മുകേഷിന് നേരെ പോലും, കാരണം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഒരു പാർട്ടി ഇവിടെ ഭരണത്തിലിരിക്കുന്ന. മുകേഷ് വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മുകേഷിലേക്ക് വരുന്നതിന് മുൻപ് മോഹൻലാലിന്റെ വിഷയത്തിൽ ഒന്ന് പ്രതികരിച്ച ശേഷം മോഹൻലാൽ വിഷയത്തിൽ പ്രതികരിച്ച ശേഷം ശരിയാണ്, മുകേഷ് വിഷയം നിങ്ങളും ഏറ്റെടുത്തതാണ്, അതിലേക്ക് വരാം, അതിലേക്ക് തീർച്ചയായിട്ടും വരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോഹൻലാലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, മോഹൻലാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഏത് വിഷയത്തിലും അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അത് ഞാൻ അതിനെ പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിലൊരു അദ്ദേഹം എന്താ പറയുക, ഒരു സർക്കാർ ഏജൻസിയോ സർക്കാർ ചുമതല ഇരിക്കുന്ന ആളോ അല്ല. കാരണം അദ്ദേഹം ഈ എന്താ പറയുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളോ അല്ല. അപ്പോൾ അദ്ദേഹം അല്ല. കാരണം ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. കാരണം ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി പോലും, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി പോലും
എടുക്കുന്ന നിലപാട് ആ പാർട്ടിയിലെ സ്ത്രീകൾക്ക് ആനി രാജയ്ക്കോ അല്ലെങ്കിൽ വൃന്ദ കാരാട്ടിനോ പോലും അവർക്ക് ഈ പാർട്ടി എടുക്കുന്ന നിലപാട് നമ്മൾ മുകേഷ് അടുത്ത ഒരു ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. ആദ്യ ചോദ്യം ഒന്ന് മോഹൻലാലിലേക്ക് വന്ന ശേഷം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ചത്. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വ്യവസായം തകരുന്നു എന്നുള്ള വാദം നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചാകുമ്പോൾ പാർട്ടിയാണ് വലുത് എന്ന വാദവും ഈ തരത്തിൽ ഉയരാറുണ്ട്. ആളുകൾക്കെതിരെ ആരോപണം വരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇതിപ്പോൾ സ്ത്രീകൾക്ക് മാന്യമായി ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല എന്ന വിഷയത്തിലൂന്നിയാണല്ലോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നു എന്ന വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 47 വർഷമായി ആ മേഖലയിൽ തുടരുന്ന, മേഖലയുടെ തലപ്പത്ത് നിൽക്കുന്ന മഹാനടൻ, അത് AMMA എന്ന സംഘടന, അത് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള സംഘടനയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയല്ലാതാകട്ടെ, അമ്മ എന്ന സംഘടന ഒരു ഫാമിലിയാണെന്നാണ് പറയുന്നത്. എങ്കിൽ ഫാമിലി ആണെങ്കിൽ ഫാമിലി, ആ ഫാമിലിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനൊന്നും പറയാനില്ലേ? ഈ CPM-ൻ്റെ അവകാശവാദത്തിന് തുടങ്ങാം. ഈ CPM-ൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് ഇത് കേരള ഗവൺമെൻറ് നടത്തിയ വലിയൊരു സംഭവമാണ്. ഈ നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ, 3-അംഗ സമിതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് അന്വേഷിക്കുന്നു. അതെ, വളരെ ശരിയായിട്ടുള്ള കാര്യം. അത് കേരളത്തിന് വളരെ പ്രത്യേകതകളുണ്ടല്ലോ. കേരളത്തിന് പല പ്രത്യേകതകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് പലതും കൊണ്ടും മറ്റ് സ്ഥലങ്ങളൊക്കെ തകർന്നു പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിൽക്കുന്നതും ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രത്യേകതയുള്ള, അത് നമ്മൾ സ്വയം അവകാശപ്പെടുന്ന പല ആൾക്കാർ നിഷേധിക്കുന്ന കാര്യമാണ്. ആ പ്രത്യേകത അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇൻഡസ്ട്രിക്കകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം പലരും വിസ്മരിക്കുന്നുണ്ട്. ഒരു നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ്, കേട്ടുകളില്ലാത്ത വിധത്തിൽ ആക്രമണത്തെ തുടർന്നാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം നടക്കുന്നത് വളരെ ഒരിടത്ത് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അന്തസ്സ് ഉയർത്തുന്ന കാര്യം കൂടി. എത്ര അന്വേഷണം നടക്കുന്നു, ഒരു സംരംഭം, ഇൻഡസ്ട്രിയെ നോക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും പോലെ ഇൻഡസ്ട്രി ലീഡേഴ്സ് ഒന്ന് പ്രതികരിക്കും. ആ ഇൻഡസ്ട്രിക്ക് നടക്കുന്ന പ്രശ്നങ്ങൾ ഇൻഡസ്ട്രി ലീഡേഴ്സ്, ആ ഇൻഡസ്ട്രി ലീഡറാണ് മോഹൻലാൽ. ഒരു ആക്ടർ മാത്രമല്ല, ഹീസ് എൻ ഇൻഡസ്ട്രി ലീഡർ. ആ ലീഡർ വന്ന് പ്രതികരിക്കുമ്പോൾ വളരെ ദുർബലമായി, അതീവ ദുർബലം എന്ന് പറയുമ്പോൾ, ഞാൻ മോഹൻലാലിനെ കുറിച്ച് നമുക്കെല്ലാം, നിങ്ങളെല്ലാവരും പങ്കിടുന്ന പോലെ തന്നെ അത്ര തന്നെ ആരാധനയും ബഹുമാനവും ഒക്കെ എനിക്കും ഞാൻ പങ്കിടുന്നു. നമ്മൾ മോഹൻലാലിനെ കുറിച്ച് ആലോചിക്കും. മോഹൻലാലിൻ്റെ ഒരുപാട് നല്ല മികച്ച സിനിമകളുണ്ട്. ആ മികച്ച സിനിമകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്രീൻ പ്ലേയും നല്ല ഡയലോഗും എഴുതിയ സിനിമകളാണ്. രഞ്ജിത്തിൻ്റെ സിനിമ ഉൾപ്പെടെ മോഹൻലാൽ വിജയിച്ചിട്ടുള്ളത്. ഇതെനിക്ക് വളരെ പുവർലി സ്ക്രിപ്റ്റഡ്, പുവർ സ്ക്രീൻ പ്ലേ, പുവർ ഡയലോഗായിട്ടാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രത്യേക സന്ധിയിൽ ഇത് മോഹൻലാൽ മുൻകൂട്ടി ആലോചിച്ചിട്ടായിരിക്കല്ലോ വന്നിട്ടുണ്ടാവും. അല്ലാണ്ട് പെട്ടെന്നൊരു ഇപ്പോൾ നിങ്ങൾ ഭരതമുനിയുടെ നാടക സിദ്ധാന്തത്തെക്കുറിച്ചോ പോൾ മീയുടെ നാടക സിദ്ധാന്തത്തെക്കുറിച്ചോ സ്റ്റാനിസ്ലാവ്സ്കിയുടെ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത്. ഇത് ചോദ്യം എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അല്ലാണ്ട് ഇത് പരീക്ഷ എഴുതുന്നല്ലോ നടന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ ചോദ്യങ്ങളൊന്നുമല്ലോ. ഒരു മിനിറ്റ് ഇത്ര ചോദ്യങ്ങൾ ഉത്തരം പറയാമെന്നുള്ളതല്ലോ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അമ്മയുടെ സംഘടന നേതാവായിരുന്നു. മോഹൻലാൽ പറയാൻ ബാധ്യതപ്പെടുന്നത് എന്തുകൊണ്ട്? മോഹൻലാലിൻ്റെ സംഘടനയിൽ, അമ്മ എന്ന സംഘടനയിലെ സെക്രട്ടറി ബലാത്സംഗ കുറ്റത്തിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് മുമ്പത്തെ സെക്രട്ടറി ആരോപണ വിധേയനാണ്, അയാൾക്കെതിരെയും കേസ് ചാർജ് ഉണ്ട്. ആ സംഘടനയിൽപ്പെട്ട നടന്മാർ, മുകേഷ് ആരോപണ വിധേയനാണ്, കേസ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇത് പ്രതികരിക്കാൻ ബാധ്യതയുണ്ട്. ഇവിടെ ഇൻഡസ്ട്രിയെ തകർക്കുന്നുള്ള വാദം, ആരാണ് ഇൻഡസ്ട്രിയെ തകർത്തത്? ഇൻഡസ്ട്രിയെ ആരെയും തകർത്തിട്ടുണ്ടെങ്കിൽ ഈ നടിയെ ആക്രമിച്ച കേസിൽ നടിയെ ആക്രമിച്ച വ്യക്തികളാണ് ഇൻഡസ്ട്രി തകർത്തത്. ആരാണ് ഇൻഡസ്ട്രിയെ തകർത്തത്? ഇതിൻ്റെ സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ പറ്റാത്ത അവരാണ് ഇൻഡസ്ട്രിയെ തകർത്തത്. അതുകൊണ്ടാണ് ഇത് വിവാദമായത്. വിവാദമല്ല ശരിക്കും, നമ്മൾ ഈ കോൺട്രവേഴ്സി വിളിക്കുന്നത് തെറ്റാണ്. കാരണം ഇത് ശരിയായൊരു അന്വേഷണം കൊടുക്കുന്ന ശരിയായ റിപ്പോർട്ട്. എൻ്റെ വിവാദം വിളിക്കുന്ന വേറെ കാര്യമാണ്. ഇത് പോളിമിക്സോ അല്ലെങ്കിൽ കോൺട്രവേഴ്സി അല്ല, ഒരു റിയൽ ഇഷ്യൂ ആണ്. സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ ബന്ധപ്പെട്ട് ആ അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം, ഇവർ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. കാര്യം ഇൻഡസ്ട്രി ലീഡേഴ്സാണ് അവർ ക്യാപ്റ്റൻസ് ഓഫ് ഇൻഡസ്ട്രിയാണ്. മോഹൻലാലായാലും മമ്മൂട്ടിയാണെങ്കിലും. അപ്പോൾ അവർ പ്രതികരിക്കുന്ന, വിമുഖത കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അഡ്രസ്സ് ചെയ്യാനുള്ള അവർക്ക് മടിയുണ്ട്. ആ മടി എന്തുകൊണ്ടാണ്? ഇവർക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് ഒരു പ്രത്യേകത എൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇവർക്ക് പ്രതികരിക്കാൻ ഒരു ശേഷി കുറവുണ്ട്. എൻ്റെ അകത്ത് ഇവർക്ക് വളരെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇവർക്ക് എന്ത് പറഞ്ഞതിനെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ടായതിൻ്റെ കാരണം തന്നെ എന്താണ്? അപ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് അഭിപ്രായങ്ങളുണ്ടല്ലോ. ഈ ദിവസങ്ങൾ കാണാതിരുന്ന് മനസ്സിലാക്കാം, തീർച്ചയായിട്ടും കാണാതിരുന്ന് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരിക്കാം. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പോലും പറയും. ഒരു ഇൻഡസ്ട്രിയുടെ ക്യാപ്റ്റൻ പറയാം ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ലെന്ന്. ചുരുങ്ങിയത് അതിൻ്റെ സമ്മറിയിൽ വായിച്ചു നോക്കണ്ടേ? അപ്പോൾ ഇത് വളരെ മോശം ഒരു നിലപാടായിരുന്നു ഇന്ന് മോഹൻലാൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇൻഡസ്ട്രിയെ തകർക്കുക എന്നുള്ള വാദമൊക്കെ അസംബന്ധവും അബദ്ധജടിലവുമാണ്. ഒരു ഇൻഡസ്ട്രി അല്ല. പിന്നെ മാത്രമല്ല, ലോകത്ത് മലയാള സിനിമ
ഇന്നലെ മിനിഞ്ഞാന്നുള്ള അംഗീകാരം കിട്ടി തുടങ്ങിയിട്ടുള്ളത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്താരാഷ്ട്ര അവാർഡുകളും ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. OTTക്ക് ശേഷം വേറൊരു ഡയസ്പോറയിലേക്കും വേറൊരു തരത്തിലും പോയ സമയത്ത് അത് വേറൊരു പ്ലെയിനിൽ സംസാരിക്കേണ്ട കാര്യമാണ്. അത് ഇൻഡസ്ട്രിയുടെ ഒരു മികവിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് മലയാള സിനിമയ്ക്കുള്ള സവിശേഷ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ഉണ്ട്. അതും ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഇതിന് സിനിമയും മലയാള സിനിമയുടെ അംഗീകാരത്തിന് ഒരു കോട്ടം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നമ്മൾ നടന്മാർക്ക് എന്താ പറയുക, ജഗതിയെ പോലൊരു നടൻ കേരളത്തിൽ അദ്ദേഹം അഭിനയിക്കാതായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് തന്നെ സംഭവിച്ചു. അതൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ആ വാദങ്ങൾക്കൊന്നും യാതൊരു ഒരു പ്രസക്തി ഇല്ലാത്ത വാദങ്ങളാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്ന സിനിമ എന്ന കലാരൂപം, ഇൻഡസ്ട്രിയേക്കാൾ ഉപരിയായിട്ട് സിനിമ എന്ന കലാരൂപത്തിനാണ് ലോകത്ത് അംഗീകാരം കിട്ടിയിട്ടുള്ളത്, കാരണം ഇൻഡസ്ട്രിക്കല്ല. ഇൻഡസ്ട്രി എന്നുള്ള വേറെ സാധനം. ഈ നമ്മുടെ സിനിമ എന്ന കലാരൂപത്തിനാണ് ലോകത്ത് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് OTT വഴിയൊക്കെ സിനിമയ്ക്ക് കിട്ടുള്ള വലിയ അംഗീകാരം. അപ്പോൾ അതിനുള്ള അംഗീകാരം ഇനിയും കിട്ടും. അത് ഇവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രാഹുലിന് എന്തായാലും ഇതിലൊരു വ്യത്യസ്ത അഭിപ്രായമാകും. വേഗം പറഞ്ഞോളൂ. അല്ല, ഇതിൻ്റെ ഇവരുടെ ടാലൻറ്റും ക്രിയേറ്റിവിറ്റിയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇതൊരു ഇമേജ് ഇൻഡസ്ട്രിയാണ്. ഇവരാരാണ് ഇത്ര വലിയ താരങ്ങളാക്കിയത്? ഇവിടുത്തെ പ്രേക്ഷക സമൂഹം. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ആ മറുപടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ്. രാഹുൽ എന്തായാലും വ്യത്യസ്ത അഭിപ്രായമായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം രാഹുലിലേക്ക് എത്താം. ചർച്ചയിലേക്ക്. രാഹുൽ ഈശ്വർ, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിരായുധനായി നിന്ന മോഹൻലാലിനെ കുറിച്ച് എന്താണ് രാഹുലിന് അഭിപ്രായം? ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊട്ട് ഏറ്റവും എളിമയോടെ നമ്മുടെ ഏറ്റവും വലിയ മഹാനടനായ മോഹൻലാൽ പറഞ്ഞതിനെ പരിഹസിക്കാനോ അവഗണിക്കാനോ ഒരു മലയാളിക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സഖാവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതുപോലെ മലയാളം മാത്രമല്ല, മലയാള സിനിമയും സിനിമാ ലോകവും മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കും. ഏറ്റവും വിനയാന്വിതമായ ഭാഷയിൽ, ഏറ്റവും വിനീതമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഭാര്യയുടെ അസുഖവും ശസ്ത്രക്രിയയും അടക്കം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ വളരെ ജെന്യുവിനായി പറഞ്ഞ കാര്യങ്ങളിൽ പോലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല. കാര്യം മോഹൻലാലിന്റെ പറഞ്ഞ പ്രതികരണം പൊതുസമൂഹത്തിന് കൺവിൻസ്ഡ് ആകുന്ന കാര്യമാണ്, ഭരണകൂടങ്ങൾക്ക് കൺവിൻസ്ഡ് ആകുന്ന കാര്യമാണ്. ഒരുപക്ഷെ കോടതി നമുക്ക് മോഹൻലാൽ എന്ന മഹാനടന്റെ അഭിനയ ചാതുരിയെ കുറിച്ച് ആർക്കും സംശയമില്ല. അതല്ലല്ലോ നമ്മുടെ വിഷയം. അദ്ദേഹം 47 വർഷമായി നിൽക്കുന്ന മേഖലയെക്കുറിച്ച്, ആ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയുകയേയില്ല. ഹേമ കമ്മിറ്റി മുന്നിൽ 2 തവണ പോയപ്പോഴും അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് അറിയാവുന്ന എളിയ കാര്യങ്ങൾ അദ്ദേഹം അറിയിച്ചു. അത്രയ്ക്കും വിനയം വേണോ? മോഹൻലാലിന് ഇനിയും വിനയമില്ല. സംസാരിച്ചാൽ ശ്രീ സിദ്ദിഖ് ഏറ്റവും വിനയത്തോടെ സംസാരിക്കുന്നു, മോഹൻലാൽ സംസാരിക്കുന്നു, പിന്നെ സുരേഷ് ഗോപി സംസാരിക്കുന്നല്ലോ പിടിച്ചെള്ളി സംസാരിക്കണം. എനിക്ക് സുരേഷ് ഗോപി ചേട്ടനെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളോട് ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താലും കുറ്റം. സുരേഷ് ഗോപി സ്ട്രോങ് ആയി റിയാക്ട് ചെയ്താൽ സുരേഷ് ഗോപിക്ക് ഭരചന്ദ്രൻ, മോഹൻലാൽ വിനയമായിട്ടും സിദ്ദിഖ് വിനയമായിട്ട് സംസാരിച്ചാൽ അവർ കവിത വിനയം, കപടം അഭിനയം. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് മലയാളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്. പ്രതികരിച്ചല്ലോ അദ്ദേഹം. ഇനി ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇഷ്ടമില്ലാത്ത അതിനെ നമ്മുടെ കേരള മാധ്യമങ്ങളെയൊക്കെ വെച്ച് ഇഷ്ടമില്ലാത്ത അമ്മ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത AMMA തൊട്ടതെല്ലാം കുറ്റം എന്ന് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. മോഹൻലാൽ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്താ? കേസുകളുണ്ട്, നമുക്ക് ശരിയാക്കാം, പുതിയ നേതൃത്വം വരട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ ടോൺ നോക്കൂ, ഏറ്റവും പോസിറ്റീവ് അല്ലേ? അദ്ദേഹം ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇന്നലെ വരെ നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നല്ലോ, ഇന്ന് ഞങ്ങളെല്ലാം എങ്ങനെ അന്യരായി? ഇന്ന് മോഹൻലാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങൾ ആക്ഷൻ എടുക്കട്ടെ, കോടതി വരട്ടെ. ഇതല്ലാതെ മോഹൻലാലിനോ വേറൊരാൾക്കോ എന്താ ചെയ്യാൻ കഴിയുക? അവിടെയാണ് മോഹൻലാൽ ഏറ്റവും മയമായി, ഏറ്റവും താഴ്മയോടെ, ഏറ്റവും വിനയാന്വതയെ പറയുകയും ഒരു വാക്കും കൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൽ അസർട്ടീവ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തിന് അങ്ങനെ തെറ്റായ ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ വഴി കൊടുക്കരുത്. മാധ്യമങ്ങളെ കൂടി ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പൊതുസമൂഹത്തിന് അത്തരം മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് ഒന്ന് പറയാമോ? ഏകപക്ഷീയമായി ശരി, മാധ്യമങ്ങൾ ചെയ്ത ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം പറയാം. എന്തൊക്കെ ആരോപണം വന്നാലും അതിനെ വെളിപ്പെടുത്തൽ എന്ന് വിളിച്ച് വെളുപ്പിക്കുന്ന എന്തിനാണ്? ആരോപണങ്ങളല്ലേ, അത് ശരിയാകാം തെറ്റാകാം. ആരോപണങ്ങൾ ശരിയോ തെറ്റോ വന്ന് സംസാരിക്കുന്നവർക്ക് വേദി കൊടുക്കുന്നു, അവർക്ക് പറയാനൊരു സാഹചര്യം ഒരുക്കുന്നു എന്നതിലപ്പുറം അവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ശരിവെച്ചിട്ടില്ല. രാഹുൽ തന്നെ പല ചർച്ചകളിലും നമ്മുടെ കൂടെ ഇരുന്നിട്ടുള്ളതാണ്. നമുക്കറിയില്ല അവരെന്താണ് പറയുന്നത്, സത്യമുണ്ടോ, അതിൽ കളവാണോ, വേറെ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടോ നമുക്കറിയില്ല. അതിന്മേൽ ഇതാ അന്വേഷണം നടക്കുകയാണല്ലോ, SIT അന്വേഷണം നടക്കുകയാണല്ലോ. ഈ പുറത്തെ വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ നമ്മൾ പക്ഷം പിടിച്ചിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിലെ മൊഴികൾ, അതിനെ ശരിവെച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ, അതിന്മേൽ എന്തു ചെയ്തു എന്ന ചോദ്യമല്ലേ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന രാഹുൽ. പാലിക്കപ്പെടേണ്ടതാണ്. ശ്രീ മോഹൻലാൽ തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. മോഹൻലാൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഭാവിയിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നോക്കണം തുടങ്ങിയ കാര്യങ്ങൾ. ഞാനൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് TV
വിയിൽ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അതിന്റെ സോൾ ഉൾക്കൊണ്ട് ഏറ്റവും സോഫ്റ്റായി അവതരിപ്പിച്ചില്ലേ? ശ്രീ പൃഥ്വിരാജ് അടക്കമുള്ളവർ എല്ലാവരും സമാനമായി ഇതിനെ നശിപ്പിക്കാൻ. അങ്ങനെയെങ്കിൽ രാഹുൽ, അതിൽ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടായവർക്ക് ആത്മവിശ്വാസം നൽകുന്ന നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു വാചകം, മോഹൻലാലിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വാചകം ചൂണ്ടിക്കാണിക്കാമോ? ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലേ അമ്മ അടക്കമുള്ളവർ രാജിവെച്ചത്. രാജിവെച്ചാ പറയും അതിന് കുറ്റം, രാജിവെച്ചില്ലെങ്കിൽ പറയും കടിച്ചു തൂങ്ങുകയാണ്, രാജിവെച്ചാ പറയും പടിയിൽ കനവുള്ളതുകൊണ്ട് പേടിച്ചോടിയതാണ്. എന്ത് ചെയ്താലും, അതായത് രഞ്ജിത്ത് രാജിവെച്ചില്ല, രഞ്ജിത്ത് കടിച്ചു തൂങ്ങുകയാണ്, സിദ്ദിഖ് രാജിവെച്ചു, കണ്ടോ എന്തോ മറക്കാനുണ്ട്, പേടി കൊണ്ട് ഓടിയതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സ്മൃതി മാഡം, ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് മോഹൻലാൽ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാന കാര്യമുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമാണിത്. 1000 കോടിയിലധികം കളക്ട് ചെയ്യുന്നു. നമ്മുടെ സഹോദര ഇൻഡസ്ട്രീസ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ, പക്ഷേ ദൗർഭാഗ്യകരമായി, ഈ വാക്കുകൾ ഉപയോഗിച്ചു, ദൗർഭാഗ്യകരമായി ഇങ്ങനെ കാര്യങ്ങളും വന്നു. മലയാളം ഇൻഡസ്ട്രി തിരിച്ചു വരാൻ നമ്മളെല്ലാം ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന നല്ല നിലപാടല്ലേ മോഹൻലാൽ പറഞ്ഞത്? ആ നിലപാടിന്റെ നന്മ നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? അവിടെയാണ് സുരേഷ് ഗോപിയുടെ, മോഹൻലാലിന്റെ അല്ലെങ്കിൽ ബാക്കി ആരുടെയും നിലപാട് നോക്കൂ. ഇത് നശിപ്പിക്കണമെന്ന് ആഗ്രഹമാണോ? മോഹൻലാൽ ആരെങ്കിലും നശിപ്പിക്കുന്നു എന്നാണോ പറഞ്ഞത്? മാധ്യമങ്ങൾ നശിപ്പിക്കുന്നു എന്നാണോ പറഞ്ഞത്? അങ്ങനല്ല. നമ്മുടെ ചർച്ചകളൊന്നും ഈ രംഗത്തെ അല്ലെങ്കിൽ നമ്മുടെ മൂവി രംഗത്തെ തകർക്കുന്ന രീതിയിലാവരുത്. ഇപ്പൊ സിനിമകളെല്ലാം മാറ്റി വെക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് എടുത്താണ് സിനിമകൾ തുറന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് മാസം പലിശ കൊടുക്കേണ്ടി വരുന്നത്. എത്രയോ സിനിമകൾ പോസ്റ്റ്പോണ്ട് ആണ്. മോഹൻലാലിന്റെ ബറോസ് അടക്കം പോസ്റ്റ്പോണ്ട് ആണ്. 10,000-കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലേ? ജീവിക്കണ്ടേ? തത്വവും ബാക്കി എല്ലാ കാര്യവും ശരിയാണ്. 10,000-കണക്കിനുള്ളിൽ നന്നായി ജീവിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് രാഹുൽ. അവിടെ എല്ലാവർക്കും നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കൂ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, അതിൽ പറഞ്ഞിരിക്കുന്ന വിവേചനങ്ങൾ, ഇതൊക്കെയാണല്ലോ പുറത്തു വന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഈ 10,000 നന്നായി ജീവിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ പുറത്തു വരികയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പറയുന്നത് ഇത് ഒരു ട്രേഡ് യൂണിയൻ സംവിധാനമല്ല, ഇതൊരു ഫാമിലി ഗ്രൂപ്പാണ് എന്ന രീതിയിൽ അതിനെ ചുരുക്കുന്നു. ട്രേഡ് യൂണിയൻ ആകുമ്പോൾ എന്താണ് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഫാമിലി ഗ്രൂപ്പ് ആകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ലല്ലോ. ഫാമിലിയിൽ ഒരു കാരണവരുണ്ടായി, കാരണവർ കൊടുക്കുന്ന കൈനീട്ടമായിട്ടൊക്കെ അങ്ങനെ അവതരിപ്പിക്കാമല്ലോ. 130 മാസം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംഘടന ചെയ്യുന്നുണ്ടോ? 30 വർഷമായി അമ്മ കേരളത്തിന് വെളിയിൽ പോകുമ്പോഴാണ്, അമ്മയുടെ മാതൃകയിലാണ് പലരും തുടങ്ങുന്നത്. തമിഴ് മൂവി ഇൻഡസ്ട്രി, നമ്മുടെ വിശാൽ അടക്കമുള്ളവർ അവിടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് വേറൊരു സംഘടനയിൽ നിന്ന്. അവരെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. മലയാളം മൂവി ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മാതൃകയായി അമ്മ എന്നൊരു സംഘടന തുടങ്ങി. 2020 പോലൊരു സിനിമ എല്ലാവരും ചേർന്ന് കൊണ്ടുവന്നു. ശേഷം ഒരുപാട് മാതൃകകൾ AMMA എന്ന സംഘടന നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നടിയെ ആക്രമിക്കപ്പെട്ട ശേഷം ഇനി അടുത്ത നടൻ മുകേഷുമായി ബന്ധപ്പെട്ട്, മുകേഷ് ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പ്രതികരണങ്ങൾ കണ്ട ശേഷം ആ ചർച്ചയിലേക്ക് വരാം. പവർ ആൻഡ് പൊസിഷൻ, 2 പ്രതികരണങ്ങൾ, ഇന്നത്തെ 2 പ്രതികരണങ്ങൾ. MV ഗോവിന്ദന്റെ പ്രതികരണവും അതോടൊപ്പം തന്നെ ആനി രാജ നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതായത് ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതികരിക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞ ശേഷവും അങ്ങനെ സംസ്ഥാനത്തിന്റെ അതിരിൽ ഒതുക്കാവുന്നതല്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് ആവർത്തിച്ച് പറയുന്ന ആനി രാജയുടെ പ്രതികരണം കൂടി കാണാം. പവർ ആൻഡ് പൊസിഷനിലിരിക്കുന്ന ഒരാൾ, അത് ഇവിടെ വരുമ്പോൾ അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA, അദ്ദേഹത്തിന്റെ പേരിൽ അത്തരം ഒരു ആരോപണം വന്നാൽ ആ ആരോപണം അന്വേഷിക്കണം. ദേശീയ മഹിളാ ഫെഡറേഷന്റെ ആവശ്യത്തിൽ ദേശീയ മഹിളാ ഫെഡറേഷൻ ഉറച്ചു നിൽക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണം. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് മാറി നിന്ന് ആ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. CPM-ന്റെയും CPI-യുടെയും 2 പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ പാർട്ടി അത്തരം നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി അതുകൊണ്ട് അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണല്ലോ ആ 2 വനിതകൾ അങ്ങനെ പറയുക. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വനിതകൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ആ നിലപാടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട്, ഞങ്ങളുടെയൊക്കെ പാർട്ടികൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ നിലപാടുമായി തന്നെ പാർട്ടി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും കുറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമ്മിക നീതിയനുസരിച്ച് തിരിച്ചു വരാനാവാത്ത നിയമ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നിയമം മാത്രമേ അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ധാർമ്മികതയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടക്കുന്ന ഏത് ശ്രമത്തെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ശരി, 2 പ്രതികരണങ്ങൾ കണ്ടല്ലോ. വീണ നായർ, ഇപ്പോൾ കോൺഗ്രസ്
തെരുവിലായിരുന്നു. ഇപ്പോൾ യുവമോർച്ചയും തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഒക്കെ. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കൊക്കെ നല്ല മർദ്ദനവും ഏറ്റിട്ടുണ്ട് കൊല്ലത്ത്. എം വി ഗോവിന്ദൻ പറഞ്ഞ പ്രതികരണം കണ്ടല്ലോ. ധാർമ്മികമായി രാജിവെച്ചാൽ പിന്നെ ധാർമ്മികതയുടെ പേരിൽ തിരികെ വരാനൊരു വഴിയില്ല. അതാണ് മുകേഷിനുള്ള ഒരു എന്താ പറയുക, അംഗീകാരമായി അല്ലെങ്കിൽ മുകേഷിന് തുടരാനുള്ളൊരു കാരണമായി എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്ത്രീപക്ഷമാണല്ലോ. ആ സ്ത്രീപക്ഷത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും എന്താണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു തരികയാണ്. കാരണം നമ്മൾ വാളയാറിലും വടക്കാഞ്ചേരിയിലും ഒക്കെ എന്താണ് അവരുടെ സ്ത്രീപക്ഷം എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ ഹെൽമെറ്റ് ഇട്ട് കയറ്റിയ അവിടെ തീരുകയാണ് അവരുടെ സ്ത്രീപക്ഷം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഒരു നീതി നടപ്പിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു നീതി ഒരിക്കലും ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ ഗോവിന്ദമാഷ് ഇത് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല സ്ത്രീകളും മുഖ്യമന്ത്രി പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അതിനെ ഗൗരവമായിട്ട് ഞങ്ങൾ എടുക്കും. ആ വാക്ക് വിശ്വസിച്ച് എത്ര സ്ത്രീകളാണ് കഴിഞ്ഞ 4-5 ദിവസമായി അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ വന്ന് പറഞ്ഞതും പിന്നീട് SITക്ക് മുമ്പിൽ മൊഴി കൊടുക്കാനും ഒക്കെ പോയിട്ടുള്ളത്. ഇവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീമതി ആനി രാജ പറഞ്ഞു, പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ആ പൊസിഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം. എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ ജനപ്രതിനിധിയാണ്. അപ്പോൾ ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. EMSന്റെയും AKGയുടെ ഒക്കെ മഹത്തായ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി മുകേഷിനെ പോലുള്ള ഒരാളുടെ ഒളിസേവകൾ മറയ്ക്കാനുള്ള ഒരു കർട്ടനായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തോന്നിവാസങ്ങളെ ഒക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു പരിചയമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം വില കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തപ്പെടുകയാണ് ഇതുപോലുള്ള നിലപാടുകൾ കൊണ്ട്. എന്ത് മെസ്സേജാണ് ശ്രീ എം വി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ കൂടെ? അവർക്ക് ഒരു MLA സ്ഥാനമാണോ ഈ കേരളത്തിലെ സ്ത്രീപക്ഷത്തുള്ളവരുടെ വിശ്വാസ്യതയേക്കാൾ അല്ലെങ്കിൽ വിശ്വാസത്തിനേക്കാൾ വലുത്? 100 ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സ്ത്രീകൾ ചേർന്ന് ശ്രീ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കഴിഞ്ഞ ദിവസം സർക്കാരിന് നൽകിയിട്ടുണ്ട്, ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീമതി ആനി രാജ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഈ രാജ്യത്തെ സ്ത്രീമുഖം, അതുപോലെ തന്നെ ശ്രീമതി ബൃന്ദ കാരാട്ട്, ഇവര് രണ്ടുപേരും, ശ്രീമതി ആനി രാജയും ബൃന്ദ കാരാട്ടും ഒക്കെ പറയുന്നു ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷം, ഞങ്ങളുടെയൊക്കെ പാർട്ടി ഇതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞങ്ങളുടെ പാർട്ടി ഇതാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള CPM എന്ന് പറയുന്ന ഒരു പാർട്ടി വ്യത്യസ്തവും സംസ്ഥാനത്തിലേക്ക് വരുന്ന CPM മറ്റൊരു പാർട്ടിയുമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് എം വി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. ശ്രീമതി ആനി രാജയും ബൃന്ദ കാരാട്ടും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ നിലപാട് എന്താണ്? മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറിന്റെ നിലപാട് എന്താണ്? പീഡനം വന്നു കഴിഞ്ഞാൽ അളക്കാനുള്ള മീറ്ററുമായിട്ട് സ്ഥലങ്ങളിൽ എത്തുന്ന ശ്രീമതി ടീച്ചറിന്റെ നിലപാട് എന്താണ്? അപ്പോൾ കേരളത്തിലുള്ള വനിതാ ലീഡേഴ്സ് ചാഞ്ഞു നിൽക്കുന്നത് എവിടേക്കാണെന്നും ദേശീയ തലത്തിലുള്ള വനിതാ ലീഡേഴ്സ് ചാഞ്ഞു നിൽക്കുന്നത് ഏത് നിലപാടിലാണെന്നുള്ളതും നമ്മൾ വീക്ഷിക്കണം. ഇതിപ്പോ ഒരു ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കുന്നത് ഒരു പക്ഷം ഭയങ്കരമായി സ്ത്രീകളുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടുത്തെ പാട്രിയാർക്കിക്ക് കുട പിടിച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുക. കാരണം ഇനി ശൈലജ ടീച്ചറിന് മന്ത്രിയാകണം, ശ്രീമതി ടീച്ചറിന് മന്ത്രിയാകണം, വീണ ജോർജിന് ഇനിയും പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി മന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ മന്ത്രിയാകണം. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഈ സ്ത്രീകൾ ആരും, അധികാര ശ്രേണിയിൽ നിന്ന് ഇറങ്ങി വരാൻ ഇവരാരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവർ ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ. ഇല്ല എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ പാർട്ടിക്കുള്ളിൽ CPM എല്ലാം ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഇവർ ശക്തമായിട്ട് സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ടൊരു നിലപാടെടുക്കണ്ടേ? പുരുഷന്മാർ തെറ്റായ ട്രാക്കിലാണ് പോകുന്നതെങ്കിൽ സ്ത്രീകൾക്ക് അവരെ തിരുത്താനുള്ള ബാധ്യതയില്ലേ? എങ്ങനെയാണ് ഇനി മുകേഷിന്റെ MLA സീറ്റിനാണ് വില? മുകേഷ് ആത്യന്തികമായ ഒരു കലാകാരനാണ്.
MLA എന്നുള്ളത് അതിനുശേഷം ഈ പാർട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പ്രിവിലേജാണ്. അതും ഒന്നാം ഭാര്യയും അടക്കമുള്ളവർ നേരിട്ടിട്ടുള്ള അട്രോസിറ്റീസിനെ കുറിച്ച് പൊതുമണ്ഡലത്തിൽ ശ്രീമതി വീണ ജോർജിനോട് തന്നെ അവർ തുറന്നു പറഞ്ഞ കഥയൊക്കെ ഇപ്പം ആ വീഡിയോ ഒക്കെ വൈറലായി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് മാത്രമോ, ഒരു സ്ത്രീയല്ല, 2 സ്ത്രീയല്ല, എത്രയോ സ്ത്രീകളാണ് മുകേഷിനെ കുറിച്ച് ആരോപണങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത്. അവർ നേരിട്ടിട്ടുള്ള തിക്ത അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു MLA അവിടെ ഇരുത്തി സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കവചവും ഒരുക്കിക്കൊണ്ട് സ്ത്രീകൾക്കൊപ്പം ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്ന മഹത്തായ പിണറായി സർക്കാരിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, കെ ഗണേഷ്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ ഒരു കണക്ക് നിരത്തി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ എന്താ പറയുക, കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ജനപ്രതിനിധികൾ അതിൻ്റെ ഒരു കണക്കായിരുന്നു. 16 MP-മാർ, 135 MLA-മാർ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതിൽ BJP-യിൽ 54 പേരുണ്ട്, കോൺഗ്രസിൽ 23, ആം ആദ്മി പാർട്ടിയിൽ 13. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇവരാരും തന്നെ രാജിവെച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഗണേഷ്, കണക്കൊക്കെ അവിടെ കട്ടെ. നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ വരുന്നത്. ഇതിൻ്റെ കണക്കിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു കാര്യം, നമ്മുടെ ഈ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ പൊതുസമൂഹത്തോട് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടിയിലെ സ്ത്രീകൾക്കെങ്കിലോ ഒന്ന് വിശ്വസനീയമാക്കി അവരെങ്കിലും അംഗീകരിപ്പിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. അവർക്ക് പോലും വിശ്വസനീയമല്ല. അതുകൊണ്ടാണ് അവരുടെ പാർട്ടി ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം. പിന്നെ ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്നൊരു കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച, ഞാൻ നമ്മുടെ സ്മൃതിയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ ചോദ്യം വരുമെന്ന്. കാരണം ഒരു കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് വന്നിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട്, കോൺഗ്രസിൻ്റെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ പൊതു മാധ്യമത്തിൽ വന്നിട്ട് സംസാരിക്കുന്നത് പല മാധ്യമങ്ങളിലും ഇന്ന് കാണാൻ സാധിച്ചു. എന്താണ് ഇവരുടെ നിലപാടെന്താണ്? ആരെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു പൊതുമധ്യത്തിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര സിനിമ ഇൻഡസ്ട്രിയിലേക്കാട്ടും കഷ്ടമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് അത് അവരുടെ പാർട്ടിയുടെ കാര്യം. കാരണം അവരും ഈ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ച് ഇരിക്കുന്ന ആളുകൾ സാധാരണക്കാരല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്തുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നാണ് ഞാൻ ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ ഈ നമ്മുടെ കേരളീയ സമൂഹത്തിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുകേഷ് ഒരു സാധാരണക്കാരനായിട്ടൊരു ആളല്ല. വളരെ ശക്തനായിട്ടുള്ള, വളരെ CPM-ൻ്റെ വലിയ പിന്തുണയുള്ള, CPM-ൻ്റെ വലിയ പിന്തുണയുള്ള 2 തവണ MLA ആയിട്ടുള്ള, ഒരു കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റ് കൊടുത്ത പിണറായി വിജയനിൽ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനിൽ വലിയ സ്വാധീനമുള്ള ആളാണ് മുകേഷ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ ഒരാൾ ആ ചുമതലയിൽ ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം നിങ്ങൾക്കറിയാം കേരളത്തിലെ പോലീസിനെ എങ്ങനെയാണ് MLA-മാർ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. അൻവറിൻ്റെ കേസ് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇപ്പോൾ പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടാവുക? ഇവരെല്ലാ കാലഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാടുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന സമയത്ത്, കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള കലാ മേഖലയിലൊക്കെ വരുന്ന പെൺകുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ട്, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു. ഇവിടെ പെൺകുട്ടികളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില ആൺകുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. അവരുടെ ഫോട്ടോ ഒക്കെ കൈമാറുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഇൻഡസ്ട്രി എങ്ങനെ. അപ്പോൾ ഇതിനുള്ള സാഹചര്യം, ഇത്തരത്തിലുള്ള പീഡനത്തിനുണ്ടാകുന്ന സാഹചര്യം, അപ്പോൾ ഇത് ഉണ്ടാവാതെ നോക്കേണ്ടത് ആരാണ്? സർക്കാരല്ലേ ഇവർക്ക് അതിനുള്ള പിന്തുണ കൊടുക്കേണ്ടത്? സർക്കാർ മുൻ കാലഘട്ടങ്ങളിൽ അവർക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനുള്ള തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കുന്നതിന് പകരം അവരെ എന്താ പറയുക ഇല്ലാതാക്കുന്ന തരത്തിലുള്ള, അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റേത് ധാർമ്മികത മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. ആ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ അന്വേഷണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്കറിയാം ഇവിടെ ഒരു സിനിമ
ഇൻഡസ്ട്രിയിലെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ആ കേസിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ വായിക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ കോടതിയിൽ പോലും നടക്കുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് മുകേഷിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ ഒരു അധികാര സ്ഥാനത്തിരുന്നാൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? അതുകൊണ്ടാണ് മുകേഷിനെ പോലെയുള്ള ആളുകളെ തെരുവിൽ വേണമെങ്കിൽ തെരുവിൽ തന്നെ നേരിടണം എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള സമരം, മുകേഷ് രാജിവെക്കുന്നതുവരെ അതിശക്തമായിട്ടുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അത് CPM അല്ല, പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരടി ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. സുരേഷ് ഗോപി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, സുരേഷ് ഗോപി സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുരേഷ് ഗോപി എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന് കോടതി പറയുമെന്നാണല്ലോ പറഞ്ഞത്. ബാക്കി നിലപാടുകളൊക്കെ താങ്കൾ തന്നെ കണ്ടതല്ലേ? എവിടെ നിന്ന് വരുമ്പോൾ എന്തൊക്കെ ചോദിക്കാമെന്നുള്ള അടക്കമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അല്ല, അദ്ദേഹം അതിൽ വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണ് ഉത്തരം തന്നത് നമ്മൾ കണ്ടല്ലോ. യാത്രയെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്നത് എന്താ? അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയും. അദ്ദേഹം വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്തത്? മുന്നിൽ തടസ്സം അത്ര ഭംഗിയായി സംസാരിക്കുന്നതായിട്ട് സുരേന്ദ്രൻ തോന്നിയില്ലല്ലോ. കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കെ സുരേന്ദ്രൻ വളരെ നിലപാട് പറഞ്ഞു. മുകേഷ് രാജിവെക്കണം. രാഷ്ട്രീയ നേതാക്കളോട് വഴിയിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. അതൊന്നും ശീലമില്ലെങ്കിൽ ആ ശീലത്തിലേക്ക് അദ്ദേഹം വരണം. അല്ല, ചോദിച്ചോ? മീശ പിരിച്ച് നടന്നാൽ മാത്രം പോരാ, അത് സിനിമയിൽ മതി. പുറത്തത് നടക്കില്ലല്ലോ. രാഷ്ട്രീയത്തിൽ അത് നടക്കില്ലല്ലോ ഗണേഷ്. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ടല്ലോ. അസുഖകരമായ ചോദ്യങ്ങൾക്കും കെ സുരേന്ദ്രൻ അടക്കം BJP നേതാക്കൾ മറുപടി തരാറില്ലേ ഗണേഷ്? അസുഖകരമായ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്താണ് പിന്നെ പ്രശ്നം? ആരാരെ തടഞ്ഞെന്നും ആരാരെ തള്ളി മാറ്റിയെന്നും ദൃശ്യങ്ങളുണ്ടല്ലോ. ആരാരെ തള്ളി മാറ്റിയെന്നും ആരാരെ തടഞ്ഞുമെന്നും ദൃശ്യങ്ങളിലുണ്ടല്ലോ ഗണേഷ്. അല്ല, ആരും തള്ളി, നമ്മൾ ലൈവായിട്ട് കണ്ട ലൈവായി കണ്ടതാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളുന്നത്. മാധ്യമപ്രവർത്തകൻ വന്നിട്ട് മുന്നിൽ നിന്ന് തടഞ്ഞത്, മുന്നിലല്ല സൈഡിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളിയത്. സംശയമില്ല, സുരേഷ് ഗോപിയല്ല. ഏതൊരു BJP നേതാവ് ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയും. അത് മാധ്യമപ്രവർത്തകരോട് പറയും. അത് തടഞ്ഞു നിർത്തി നിങ്ങൾ പ്രതികരിച്ചേ പോവാവൂ എന്നൊന്നും വാശി പിടിച്ചാൽ എങ്ങനെ? അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകും. അല്ല, അത് തടഞ്ഞു എത്രത്തോളം മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ശ്രീ ഗണേഷ്, അങ്ങനെ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ നേതൃത്വം എത്രത്തോളം അദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല പറയുന്നത്. പാർട്ടി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കൂടി നോക്കേണ്ടതുണ്ട്. പാർട്ടി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കൂടി നോക്കേണ്ടതുണ്ട്. രാഹുൽ എന്തോ പറയാനുണ്ടല്ലോ. സുരേഷ് ഗോപിയെ നമ്മൾ ആത്മാർത്ഥമായി കാണണം. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ, അതായത് ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഉള്ളുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടും ഹൃദയത്തിൽ കൈവച്ച് സംസാരിക്കുന്ന, എപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ നന്മ കാണാതിരിക്കരുത്. എന്തിനാണ് ഇതിലേക്ക് വന്നത്? അങ്ങനെയാണ് ജനസേവനത്തിനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഈ രാഷ്ട്രീയക്കാരന്റെ യൂഷ്വൽ കള്ളിയിലല്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുണ്ട് അദ്ദേഹത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അവിടെ തുടരേണ്ട ആളല്ല. ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള മാധ്യമ ഗൂഢാലോചനകൾ നടന്നു അദ്ദേഹത്തിനെതിരെ. അതിനൊക്കെ ഭേദിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ജനങ്ങളുടെ അംഗീകാരം നേടിയത്. നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രശ്നം. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ്. ഇനി അത് മാത്രമല്ല, ഒരു 12 ക്യാമറയുടെ മുമ്പിൽ വെച്ച് എന്റെ അവസ്ഥയോട് എടുത്താൽ മതി. 12 ക്യാമറകളുടെ മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് വളരെ സൗഹാർദ്ദമായി പെരുമാറിയതിന് സുരേഷ് ഗോപി ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തതാണ് ഇവിടുത്തെ പല ആൾക്കാർ. ആ സൗഹാർദ്ദത്തിൽ ചോദ്യത്തിന് മറുപടിയുടെ ഒക്കെ ടോണൊക്കെ നമ്മുടെ മുന്നിലുണ്ട് രാഹുൽ. ഇനി അതിലേക്ക് വീണ്ടും ആ ചർച്ച കൊണ്ടുപോകണ്ട. കണ്ടില്ലല്ലോ. എന്നിട്ട് സുരേഷ് ഗോപി ഏറ്റവും നന്മയെ മോഹൻലാൽ പോസിറ്റീവായി സംസാരിക്കട്ടെ. അല്ലല്ല, ഇവിടെ പോസിറ്റീവ് എനർജി എത്ര വേണമെങ്കിലും പുറത്തു വിട്ടോട്ടെ രാഹുൽ. പോസിറ്റീവ് എനർജി ഒന്നും പുറത്തു വിടുന്നതിൽ ആർക്കും കുഴപ്പമില്ല. പക്ഷേ അവിടെ സ്വന്തം ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾ അദ്ദേഹത്തിന് അറിയുകയേ ഇല്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നിഷ്കളങ്കനാകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് അതിൽ പ്രതികരിക്കാൻ ഉത്തരവാദിത്തമുണ്ട് രാഹുൽ. അത്രയേ ഉള്ളൂ. അല്ലല്ല, അദ്ദേഹം വെറുമൊരു നടനല്ല. അദ്ദേഹത്തിന്റെ സംഘടനയുടെ
പ്രസിഡന്റ് കൂടിയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിലേക്ക് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങളല്ല, സിനിമാ ലോകത്തെ തന്നെ സ്ത്രീകൾ തന്നെയാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇവിടെ പാർവതി തിരുവോത്ത് ആവർത്തിച്ച് പറഞ്ഞ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ രൂപത്തിൽ മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ. അങ്ങനെ ആ ചർച്ച അവിടെയും നടന്നു. NDTVയിലെ ചർച്ചയിൽ ശോഭാഡയെ ആവശ്യപ്പെട്ടു മോഹൻലാൽ മൗനം വെടിയണമെന്ന്. അപ്പോൾ ഇവിടെ മാത്രമല്ല, അവിടെയും ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നുള്ളൊരു വിഷയമുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ഒരു കാര്യം മാത്രം. നമ്മുടെ ഇൻഡസ്ട്രി ആയോണ്ടല്ലേ ഇതേപോലെ റിപ്പോർട്ടെങ്കിലും വന്നത്. ഞാനും ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തു. പലരും നമ്മളെ കരിവാരത്തേക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, റിപ്പോർട്ട് വന്നതേ WCC എന്ന സംഘടന കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് രാഹുൽ, അല്ലാതെ ഇവിടുത്തെ സിനിമാ താരങ്ങൾ മീശ പിരിച്ചിട്ടല്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആ മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള എല്ലാവരും ഈ കമ്മിറ്റിയുമായിട്ട് ഏറ്റവും സഹകരിച്ചല്ലേ പോയത്. സഹകരിക്കാതെ നിവർത്തിയില്ല. എന്താ കാര്യം? തിരിച്ചെത്താം ഇടവേളയ്ക്ക്. ശ്രീരാമോദ് പ്രസാദ്, ഇപ്പോൾ മുകേഷിനെ പ്രതിരോധിച്ചുകൊണ്ട്, മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് MP ഗോവിന്ദൻ നടത്തിയ പ്രതികരണം താങ്കളും കണ്ടല്ലോ. എന്തു തോന്നുന്നു? അതിലേക്ക് മുമ്പ് ഒരു കാര്യം, ഈ ഇൻഡസ്ട്രി തകർന്നു, ഇൻഡസ്ട്രി തകർക്കപ്പെടുന്നു, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തരുത് തുടങ്ങിയ പ്രയോഗങ്ങൾ വളരെ ബോധ്യപ്പെടുത്തരുത് പറഞ്ഞത്. അപ്പോൾ ഇൻഡസ്ട്രി തകർന്നു എന്ന് പറയുന്നത് പിന്നെ ഇൻഡസ്ട്രി തകർക്കപ്പെടുന്നു പറയുന്നതിനും ഇവർ പാർശ്വവർത്തികളും പറയുന്നതിന് പിന്നെ വലിയ പ്രശ്നമുണ്ട്. അത് നിങ്ങളതിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു പബ്ലിക് കൺസംപ്ഷന് വേണ്ടിയല്ല, പൊതുസമൂഹത്തിന് കൺസംപ്ഷൻ ഇല്ല. ഇൻഡസ്ട്രിയിലെ ആൾക്കാരോടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി തകർക്കപ്പെടാൻ പോകുന്നത് ദർസ് എ ത്രെറ്റ് ഇൻ ഇറ്റ്. ഇനി വരാൻ പോണ പരാതികളെ ഹഷപ്പ് ചെയ്യാനും മൂടി വെക്കാനും ത്രെറ്റാണത്. അതായത് അവിടെ വരുന്ന 10,000-ഓളം വരുന്ന തൊഴിലാളികളൊക്കെ പറഞ്ഞില്ല, അതിൽ പല ആൾക്കാരും ഇനി പരാതി കൊടുക്കും. അവരെ മൂടി വെക്കാൻ അവരെ ഒരു തരത്തിലൊരു ത്രെട്ടിൻ്റെ എലമെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത്രയും ഇൻഹ്യൂമനാണത്, അത് മനസ്സിലാക്കണം. അത്രയും ഇൻഹ്യൂമനാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളൊക്കെ ഇത്തരം വിമർശനങ്ങളൊക്കെ തള്ളിക്കളയേണ്ടത്. രണ്ടാമത് ഗോവിന്ദ മാഷ് പറഞ്ഞതിന് ഞാൻ പത്രസമ്മേളനം ശരിക്കും മോഹൻലാലിനെക്കാട്ടും കൂടുതൽ പത്രസമ്മേളനം ഞാൻ ആവർത്തിച്ച് കണ്ട കാര്യം, പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ്. രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്ക് അവർ നേതൃത്വം പറയുമ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാര്യം അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എനിക്ക് തമാശ തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ നിരത്തിയല്ലോ ഗോവിന്ദ മാഷ്, നേരത്തെ സ്മൃതി പറഞ്ഞ ആ ഡാറ്റയ്ക്ക് ശേഷം തങ്ങളുടെ ഒരു സംഘടനയിൽപ്പെട്ട ആൾ അയ്യോ അതിൽ ഭാഗമായില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു സംശയം എനിക്കുണ്ട്. എത്ര അപഹാസ്യമാണ്. ഒരു നീണ്ട ഡാറ്റ നിരത്തി. ഇത് ഇത്രയും കാലം CPM ആളതിൽ പെട്ടില്ല എന്നൊരു അപഹാസ്യതയായിരുന്നു എൻ്റെ അകത്തുണ്ടായിരുന്നത്. സങ്കടം തോന്നി. അതിൻ്റെ അകത്ത് പ്രശ്നം ധാർമ്മികമല്ല, രാഷ്ട്രീയമാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിദയനീയമായ CPM സ്ഥിതിയിൽ മുകേഷിനാണ് പ്രസക്തി, CPM-ൻ്റെ MLA എന്നാണ് പ്രസക്തി. കൊല്ലത്തെ CPM-ൻ്റെ MLA മുകേഷ് രാജിവെച്ചാൽ ബൈ ഇലക്ഷൻ നടക്കും. അപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു ദയനീയമായിട്ടുള്ള സ്ഥിതി. അതായത് അത്ര ആത്മവിശ്വാസക്കുറവ്, പരാജയപ്പെടുന്ന ഉത്തമമായ ബോധം, ഇതാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ CPM ബ്രിജ്ഭൂഷണ കാര്യത്തിലെടുത്ത പോലെ ധാർമ്മികമായ നിലപാടും രാഷ്ട്രീയ നിലപാടും ശരിയായ നിലപാടും എടുത്താനെ അതിൻ്റെ അകത്ത് പേടി, അത് ജനത്തിനെ പേടി, ജനം തിരിച്ചടിക്കുന്നുള്ളത്. അത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും ഈ നിലയ്ക്കാണ്. അതുകൊണ്ട് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ വായിച്ച ആൾക്കാർക്ക് അറിയാം, അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്, ലെനിനിസ്റ്റ് ലിറ്ററേച്ചർ വായിച്ച ആൾക്കറിയാം. ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ വ്യത്യസ്തരാണ്. ഇത് ലെനിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായ പാർട്ടിയാണ്. ഭൂഷ പാർട്ടി അനുകരിക്കലാണോ ഇവരുടെ പണി? അപമാനമല്ലത്. ലെനിനിസ്റ്റ് തത്വങ്ങൾ, സംഘടനാ തത്വങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരാ. ഇടയ്ക്ക് ഹെഗലടക്കം പറയും. ഗോവിന്ദമാഷ് ഹെഗലിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ടാണ് ഈ സംഘടനാ തത്വം പറയുന്ന ആൾക്കാർ ഇത് പറയുന്നത്. അപ്പോൾ ഭൂഷ പാർട്ടി അനുകരിക്കലാണോ പണി? അവയുടെ പ്രധാനപ്പെട്ട കാര്യം ആനിരാരും ഉന്നയിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഹീ ഈസ് എ പവർഫുൾ പേഴ്സൺ, ഒരുപാട് ലെയേഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അൺപ്രിവിലേജഡ് ഇരകളോ അവർക്ക് എന്ത് പ്രിവിലേജ് ഉള്ളത്? ഏത് സ്ഥലത്തും അത് അട്ടിമറിക്കപ്പെടാം. പിന്നെ പണമുണ്ട്, പവർ, വെൽത്ത്, പ്രിവിലേജ് എല്ലാം ഉള്ള ആൾക്കാരാണ്. അവർ രാഷ്ട്രീയ അധികാരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. CPM ശരിയായ നിലപാടെടുക്കുകയാണ്. ഈ പാർലമെൻ്ററീസിൽ താഴ്ത്താതെ. കാര്യം മുകേഷല്ല പ്രധാനം, ഒരു പാർലമെൻ്ററി അംഗമല്ലേ. ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ ജയിക്കണം. ആ ധാർമ്മിക നിലപാടെടുക്കുകയാണെങ്കിൽ ജയിച്ചു വരും, ജനങ്ങൾ അംഗീകരിക്കും. അതിന് ധൈര്യമില്ലാതാണ് കാണിക്കുന്നത്. ആ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഈ നിലപാടിലേക്ക് പോകേണ്ടി വരുന്നത്. അതാണ് പുറത്തു പറയാത്ത പ്രായോഗിക പ്രശ്നം എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ, ഇപ്പോൾ നേരത്തെ ഗണേഷ് ചൂണ്ടിക്കാണിച്ച വിഷയം, അത് സിമി റോസ്ബെൽ ജോൺ നടത്തിയ ഒരു പ്രതികരണമാണ്. അവരുടെ ഭാഗത്ത് വന്നൊരു ആരോപണമാണ്. ജൂനിയർ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പദവികളും അംഗീകാരങ്ങളും കൊടുക്കുന്നു, അല്ലാത്തവർക്ക് ജയിക്കാവുന്ന സീറ്റ് തരില്ല. ജയിക്കാവുന്ന സീറ്റ് പൊതുവെ സ്ത്രീകൾക്ക് തരുന്നില്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്ന രൂപത്തിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ വീണയ്ക്ക് പറയാനുള്ളത്? വീണ,
ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഒന്ന് രണ്ടുപേര് സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. ശ്രീ മോഹൻലാൽ ഒന്നും അറിയാത്തതുപോലെ വന്ന് സംസാരിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം നായകനായിട്ടുള്ള ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ച് പീഡനം അനുഭവിക്കേണ്ടി വന്നതും അതിനുശേഷം മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും അടക്കം പരാതി കൊടുത്തതിനെ കുറിച്ച് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അവർക്ക് സോഫ്റ്റ് ഡ്രിങ്കിൽ ലഹരി കലർത്തി കൊടുത്ത് അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിലെ പ്രതിയെ സംരക്ഷിക്കുന്നത് CPM-ന്റെ കൊല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ശ്രീ മോഹൻലാലിനെ സഖാവ് പിണറായി വിജയൻ പുകഴ്ത്തുകയും തിരിച്ച് സർക്കാരിനെ ശ്രീ മോഹൻലാൽ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടതാണ്. തമ്മിൽ ഇവരെന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് സത്യത്തിൽ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ശ്രീ സുരേഷ് ഗോപി പൊതുസേവനത്തിന് വേണ്ടി വന്നുവെന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു. പൊതുസേവനത്തിന് നമുക്ക് ഒരുപാട് ചാരിറ്റി സംഘടനകളൊക്കെ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്താം. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് MP എന്നുള്ള പ്രിവിലേജും കേന്ദ്രമന്ത്രി എന്നുള്ള പ്രിവിലേജും ഒക്കെ തന്നെയാണ്. കൂടെ ഒരു സംശയം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ തൃശൂർ പൂരം കലക്കാൻ പിണറായി പോലീസ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് മലയാളികൾക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായും അല്ല, ഞാൻ അതിലേക്ക് വരാം. ശ്രീമതി സിമി റോസ്ബെൽ ജോണിന്റെ ആ ഇന്റർവ്യൂ പൂർണ്ണമായും ഞാൻ കണ്ട ഒരാളാണ്. അതിനകത്ത് 2-3 വനിതാ നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് കേൾക്കാനിടയായി. ജൂനിയേഴ്സിന് കൂടുതൽ പദവികൾ പെട്ടെന്ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പേരെടുത്ത് പറയപ്പെട്ട ഒരാള്, എനിക്ക് വ്യക്തമായി ബോധ്യമുള്ള ഒരു ആളെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇന്ന് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആ വ്യക്തി, ഞാൻ ഇവിടെ പേര് വീണ്ടും ആവർത്തിക്കുന്നില്ല. അവര് ദീർഘകാലം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ച് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാളാണ്. കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മഹിളാ കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ ശ്രീമതി ലതികാ സുഭാഷ് പ്രസിഡന്റ് ആയ സമയത്ത് തന്നെ പരിഗണനാ ലിസ്റ്റിലുണ്ടായിരുന്ന എന്റെ ഉത്തരത്തിലേക്ക് എന്തിനാണ് ബഹളം വെക്കുന്നത്? അതെ ജൂനിയർ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ആയിക്കൊണ്ട് PSC മെമ്പറായി ഇരുന്ന സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ അവരെ കൂടി പാർട്ടിക്ക് തീർച്ചയായിട്ടും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് പാരമ്പര്യം, ഞാൻ ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഉള്ള ഒരു പ്രവർത്തകയല്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വട്ടിയൂർക്കാവിൽ സീറ്റ് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വനിതയ്ക്ക് നിയോജക മണ്ഡലത്തിലുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോ എല്ലാത്തിനെയും കാസ്റ്റിംഗ് കൗച്ചിലേക്ക് നമുക്ക് മാത്രമല്ല ഈ ആരോപണത്തിൽ ഇപ്പോൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു മിനിറ്റ് സിമി റോസ്ബെൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അത് ശരിയായ രീതിയാണോ എന്ന് ആലോചിക്കണം. അവർക്കൊരു ഇഷ്യൂ ഉന്നയിക്കാം. ഇന്ന നേതാക്കൾ ഈ വഴിയിലൂടെയാണ് എന്ന് പറയാൻ അവർക്ക് യാതൊരു അധികാരവും അവകാശവുമില്ല. അങ്ങനെയെങ്കിൽ തിരിച്ചും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. അതുകൊണ്ട് അത് ശരിയായ സമീപനമാണെന്ന് തോന്നുന്നില്ല. അവർക്ക് കോൺഗ്രസിനകത്ത് ഇങ്ങനെ പ്രവണതയുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം, അത് ശരിയായ രീതിയിൽ ഉന്നയിക്കാം. ഇതൊരു ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വനിതാ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ വന്നത് ഈ വഴിക്കാണ് എന്ന രൂപത്തിൽ പറയുന്നത് ശരിയായ രീതിയല്ല. ഒരു വനിതയുടെ പേര് പറഞ്ഞ പൊള്ളി പുരുഷന്മാരെ അവർക്ക് അഭിമാനമില്ല. പുരുഷന്റെ പേര് എങ്ങനെ വേണമെങ്കിലും തട്ടിക്കളിക്കാം. അവർക്കെതിരെ ആരോപണം വന്ന വെളിപ്പെടുത്തലായി, പീഡകരായി, വേട്ടക്കാരായി, റേപ്പിസ്റ്റുകളായി. എന്നെ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ പറയുന്നതും ഇന്ന ആളുകൾ അധികാരത്തിലേക്ക് വന്നത് വേറെ രൂപത്തിലാണ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം രാഹുൽ ഈശ്വർ വീട്ടിൽ പോയിരുന്ന് വിശദമായി കേട്ട് പഠിച്ച് മനസ്സിലാക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇല്ല
പുരുഷന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല. പുരുഷന്റെ പേര്, സ്ത്രീയുടെ പേര് എന്നുള്ളതല്ല, എങ്ങനെ പറയുന്നു എന്നിടത്താണ് പ്രശ്നം. താങ്കൾ ആ വിഷയം ഒന്ന് വിശദമായി പരിശോധിച്ച ശേഷം പറയൂ. നിങ്ങൾക്ക് പറയാൻ അടിക്കാൻ ഒരു വടി കിട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെ ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ്, എളുപ്പത്തിൽ ഉന്നയിക്കാവുന്ന ആരോപണമാണ്. സ്ത്രീകൾ എങ്ങനെ മറുപടി പറയണമെന്ന് നേരത്തെ സ്മൃതി പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്റെ മേലെ കയറിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒന്ന് മൈക്ക് മേടിച്ച് നിങ്ങൾക്ക് ചോദിച്ചൂടെ? പിടിച്ചു വെച്ചിട്ട് എത്ര വട്ടം നിങ്ങൾ ഒന്ന് ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞു വെച്ച് നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഉത്തരം പറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞൂടെ? കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടാക്കിയ അന്വേഷണ കമ്മിറ്റിയല്ലേ ഈ ഹേമ കമ്മീഷൻ. അതിന്റെ റിപ്പോർട്ടിന്റെ മുകളിലല്ലേ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രക്ഷോഭത്തിൽ നിങ്ങൾ പോയിട്ടില്ലല്ലോ ഗണേഷ്. നിങ്ങളുടെ പ്രതിഷേധം മുകേഷ് രാജിവെക്കണമെന്നതാണല്ലോ. നിങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ. മറ്റുള്ളവരെന്ത് പറയണമെന്ന് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരാം. പ്രക്ഷോഭം തുടരുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ബിജെപിക്ക് ഒരു രാഷ്ട്രീയ ബാധ്യതയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ എങ്ങനെയെങ്കിലും ഒക്കെ ഡിഫെൻഡ് ഗണേഷ്, ദാമോദർ പ്രസാദ്, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.